കൂടുതൽ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിനെതിരായ സംയുക്ത തൊഴിലാളി യൂണിയന്റെ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. പണിമുടക്കിന് KSRTC യൂണിയനുകൾ നോട്ടീസ് നൽകിയില്ലെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വിവാദത്തിലായിരിക്കുകയാണ്. യൂണിയനുകൾ CMDക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. അതേസമയം ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയെ തള്ളി CPIM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ രംഗത്തെത്തി. തൊഴിലാളി സംഘടനകൾ എല്ലാ മേഖലയിലും ഈ സമരം വിജയിക്കണം എന്നാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ സുഹൃത്ത് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ. അതിനോട് നിങ്ങൾ പറഞ്ഞത് കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. മറ്റ് പാർട്ടികൾ ഇപ്പോൾ CPIM ഈ സമരത്തിന്, തൊഴിലാളി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റോരോ പാർട്ടിയും അതാത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ഈ സമരത്തെ പിന്താങ്ങണമെന്നുള്ളത്. KSRTC നാളെ നിരത്തിൽ ഇറങ്ങില്ലെന്നും സ്തംഭിക്കുമെന്നും LDF കൺവീനർ. ഇതൊരു പൊതുഗതാഗതമാണ്. ഒരു സമരം അവരൊഴിവാക്കും, തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല KSRTCക്കുള്ളത്. കഴിഞ്ഞ തവണ തന്നെ ഒരു സമരം അവർ ചെയ്ത ദിവസം 6% ആളുകൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തുള്ളൂ. ബാക്കി 94% ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് KSRTCയുടെ മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ്. KSRTC നാളെ നിരത്തിൽ ഇറങ്ങില്ലെന്നും സ്തംഭിക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. മന്ത്രി സർക്കാരിന്റെ ഭാഗമാണെന്നും മന്ത്രിക്കല്ല മാനേജ്മെന്റിനാണ് നോട്ടീസ് നൽകേണ്ടതെന്നും TP രാമകൃഷ്ണൻ. KSRTCയിൽ സാധാരണ പോലെ തന്നെ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC പൂർണ്ണമായി നാളെ സ്തംഭിക്കുകയാണ്. KSRTC നാളെ തെരുവിലിറങ്ങുന്ന പ്രശ്നമില്ല. ആ നിലയിൽ പണിമുടക്കിൽ അവരെല്ലാവരും യോജിച്ച് നിൽക്കുകയാണ്. അനാവശ്യമായൊരു പ്രതികരണവും പ്രശ്നവും ഈ തൊഴിലാളി വർഗ ഐക്യത്തോടുകൂടി നടക്കുന്ന ഈ സമരത്തെ അത് ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കുള്ളൂ. മന്ത്രി എന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ വകുപ്പാണിത്. അദ്ദേഹത്തിന്റെ വകുപ്പായതുകൊണ്ട് അദ്ദേഹത്തിനല്ല നോട്ടീസ് കൊടുക്കേണ്ടത്, മന്ത്രിക്കല്ല ഈ പണിമുടക്ക് നോട്ടീസ് കൊടുക്കേണ്ടത്. പണിമുടക്ക് നോട്ടീസ് കൊടുക്കേണ്ടത് KSRTCയുടെ MDക്കാണ്. KSRTCയുടെ MDക്ക് KSRT എംപ്ലോയീസ് അസോസിയേഷൻ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ നമുക്കൊപ്പം ചേരുകയാണ്. ചന്തു, പണിമുടക്കിൽ KSRTC യൂണിയനുകളും BMS ഒഴികെയുള്ള ബാക്കി എല്ലാ യൂണിയനുകളും പങ്കെടുക്കും എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിയെ തിരുത്തുന്നുണ്ട് CPIMന്റെയും LDFന്റെയും നേതൃത്വങ്ങൾ. അപ്പോൾ ഇത് പൂർണ്ണാർത്ഥത്തിലുള്ളൊരു പണിമുടക്കായി മാറും കേരളത്തിലെ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും ബിനിൽ, അങ്ങനെ തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ തെറ്റാണെന്നും ആ നയങ്ങൾക്കെതിരെയുമാണ് ദേശീയ പണിമുടക്കിന് പ്രധാനമായും ഇടത് സംഘടനകളും കോൺഗ്രസ് അനുകൂല സംഘടനകളുമൊക്കെ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ ഒരു പണിമുടക്കിനെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ പണിമുടക്കിന് പിന്തുണ അർപ്പിച്ച് എല്ലാ യൂണിയനുകളും നിൽക്കുമ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ KSRTCയിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്നൊരു പ്രസ്താവന വന്നതാണ് ഇവിടെ വിവാദമായിരിക്കുന്നത്. മന്ത്രി പ്രധാനമായും പറഞ്ഞത് KSRTCയിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ച് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ്. പക്ഷേ മന്ത്രിയെ തള്ളിക്കൊണ്ട് തൊഴിലാളി സംഘടനകൾ തന്നെ, KSRTCയിലെ തൊഴിലാളി സംഘടനകൾ തന്നെ രംഗത്ത് വരുന്നു. നേരത്തെ അവർ നോട്ടീസ് നൽകിയതാണെന്ന് വ്യക്തമാക്കുന്നു. CMDക്ക് നേരത്തെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. BMS ഒഴികെയുള്ള സംഘടനകളാണ് ഇത്തരത്തിൽ KSRTCയിൽ പണിമുടക്കുന്നത്. അവർ നേരത്തെ നോട്ടീസ് നൽകി. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ TP രാമകൃഷ്ണന്റെ ഒക്കെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്. പണിമുടക്കിനെ വലിയ വിജയമാക്കി തീർക്കാനാണ് CPM ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രി തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതാണ് ഇവിടെ ഒരു വിവാദത്തിന് ആധാരമായി വന്നത്. എന്തായാലും നാളെ KSRTC നിശ്ചലമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BMS ഒഴികെയുള്ള സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും KSRTC പൂർണ്ണ തോതിൽ സർവീസ് നടത്താൻ സാധ്യതയില്ല. ഇവിടെ BJP പ്രധാനമായും ആരോപിക്കുന്നത് ഇതൊരു സർക്കാർ സ്പോൺസേഡ് പണിമുടക്കാണെന്നാണ്. അതുകൊണ്ട് തന്നെ KSRTC മന്ത്രി ഇപ്പോൾ പ്രസ്താവന ഇറക്കുകയല്ല വേണ്ടത്. KSRTC നാളെ നിരത്തിൽ ഇറക്കി കാണിക്കണമെന്നാണ് BJP ജനറൽ സെക്രട്ടറി MD രമേശ് ഉൾപ്പെടെയുള്ളവർ ഇതിന് പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ പ്രസ്താവന വിവാദമായതിനു മുന്നേ തൊഴിലാളി സംഘടനകൾ അവർ പണിമുടക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവർ ആ നിലപാട് വ്യക്തമാക്കി നേരത്തെ തന്നെ CMDക്ക് നൽകിയ നോട്ടീസും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ചന്തു, ഒരു സംശയം കൂടി. ഇപ്പോൾ ഈ പണിമുടക്കിനോട് സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങാൻ സഹകരിക്കണം എന്നൊരു ആഹ്വാനം പലയിടത്തായി പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടോ? അപ്പോൾ ഇതൊരു ബന്ധായി കലാശിക്കുമോ കേരളത്തിൽ എന്ന സംശയം പലർക്കും ഉണ്ടാകാം. തീർച്ചയായിട്ടും ബിനിൽ, പല മേഖലകളിലുള്ള തൊഴിലാളി സംഘടനകൾ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇടതുപക്ഷവും UDF അനുകൂല സംഘടനകളും ഒക്കെ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിന് പിന്തുണ നൽകണമെന്നും അറിയിച്ച് രംഗത്തുണ്ട്. സ്വാഭാവികമായും BJP അനുകൂല സംഘടനകൾ മാത്രമാണ് ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം BMSന്റെ സംഘടനകളുടെ പ്രവർത്തിക്കുന്നവർ പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിൽ പോലും TDFും CITU
AITUC അടക്കമുള്ള സംഘടനകൾ ഈ പണിമുടക്കിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിൽ ഗതാഗതം KSRTC ഗതാഗതം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജീവനക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പണിമുടക്ക് ബന്ദ് എന്ന രീതിയിലേക്കല്ല, പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമായി തന്നെ നടപ്പാക്കാൻ എല്ലാ തരത്തിലുള്ള പിന്തുണയും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ തരത്തിൽ തന്നെ പണിമുടക്ക് നാളെ വലിയ വിജയമാക്കി തീർക്കാനുള്ള ഒരു ആഹ്വാനമാണ് വിവിധ സംഘടനകളുടെ, തൊഴിലാളി സർവീസ് സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.